ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് നെബു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ IT സെക്ടറിനെ കുറിച്ചാണ്. ഇന്ത്യൻ IT സെക്ടർ കണ്ടമാനം കറക്ഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി എന്ത് ചെയ്യണം? ഓക്കെ, നമുക്ക് 2-3 കമ്പാരിസം നടത്താം. എന്നിട്ട് നമുക്ക് ചാർട്ടിൽ നമുക്കിതിനെക്കുറിച്ചൊന്ന് ഡീപ്പ് സ്റ്റഡി നടത്താം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ചാർട്ട്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ വീക്ക്ലി ചാർട്ടാണ്. 2017 മുതൽ 2026 വരെയുള്ള ഒരു റേഞ്ചാണ് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ ഈ ചാർട്ട് വെച്ച് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ TV-യിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഇത് കാണണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പം ഇയർ 2020 മാർച്ച് മുതൽ ഈ സ്റ്റോക്ക് നല്ലൊരു റാലി തന്നു. നമുക്ക് നോക്കാം എത്ര നാൾ ഈ റാലി തന്നു എന്ന് ഒന്ന് നോക്കാം. uh, 254.12% ആണ് നിഫ്റ്റി IT ഒരു കണ്ടിന്യൂസ് റാലി തന്നത്. 93 ബാസ് എന്ന് പറഞ്ഞ് 93 വീക്സ്, അതായത് 651 ഡേയ്സ്. അപ്പോൾ ഓൾമോസ്റ്റ് 2 ഇയേഴ്സിൽ ഈ IT ഇൻഡെക്സ് 254.12% ആണ് റാലി തന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാമെങ്കിൽ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് റീബൗണ്ട് ചെയ്യുമായിരുന്നു. അതായത് 26,166 എന്ന റേഞ്ചിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ നിഫ്റ്റി സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് റീബൗണ്ട് ചെയ്തു. റൈറ്റ്, അതേപോലെ സൈഡ് വേസ് കുറച്ച് ദിവസം പോയ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഏപ്രിൽ 23 മുതൽ വീണ്ടും ഒരു റാലി തന്നു. അതിന് ചെറിയൊരു ഇതിനിടയ്ക്ക് ചെറിയൊരു കറക്ഷൻ വന്നു. എന്നാലും നമ്മൾ ലോങ് റണ്ണിൽ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് എഗെയിൻ ഒരു റാലി 76% അല്ലെങ്കിൽ 77% ഒരു റാലി തന്നു. അത് 87 ബാസ്. മുമ്പത്തെ 93 ബാസ് ആയിരുന്നു, ഇത് 87 ബാസ്, അതായത് 609 ഡേയ്സ്. ഇതും ഓൾമോസ്റ്റ് 2 ഇയേഴ്സ്. ഓക്കെ, അപ്പം ആദ്യത്തെ റാലിയിൽ 254 തന്നു, രണ്ടാമത്തെ റാലിയിൽ 76.98, അതായത് 77. പിന്നെ സ്റ്റോക്ക് വീണ്ടും ഒരു കറക്ഷനിൽ കൂടെ വന്നു. രണ്ടാമത് കറക്ഷൻ ചെയ്തപ്പം സ്റ്റോക്ക് നേരത്തെ, അതായത് നമ്മൾ നോക്കുമ്പം ഈ ഒരു കറക്ഷൻ കഴിഞ്ഞ് 26,166 ലെവലിൽ വന്നിട്ട് 3 വട്ടം സപ്പോർട്ട് എടുത്തു. 1, 2, 3 വീക്ക്ലി ക്യാൻഡിലാണ് ഞാൻ പറയുന്നത്. അപ്പം ഓരോ ക്യാൻഡിലും ഓരോ വീക്കാണ്. അപ്പം ഏകദേശം 1, 2, 3 നമുക്ക് കാണാം, അല്ലെങ്കിൽ 4 സപ്പോർട്ട് എടുത്തായിട്ട് നമ്മൾ കാണാം. 4 പ്രാവശ്യം ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തു, പിന്നെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. അപ്പം ഇത് സപ്പോർട്ടും ഇത് റെസിസ്റ്റൻസും, ഇത് 6 റെസിസ്റ്റൻസ്, ഇത് സപ്പോർട്ട്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി ഇവിടുന്ന് വീണ്ടും ഒരു റാലി തന്നു. ആ റാലിയാണ് 76.98, അതായത് 77%. ഓക്കെ, വീണ്ടും ആ ഒരു റാലി നടന്നിട്ട് 2 വർഷം ഒരു റാലി നടന്നു. എന്നിട്ട് വീണ്ടും ഒരു കറക്ഷനിൽ കൂടെ നിഫ്റ്റി IT ഇൻഡെക്സ് പോയി. അപ്പം
ഈ ഒരു റാലിയിൽ സ്റ്റോക്ക് ഇവിടെ വന്ന് ഒരു സപ്പോർട്ട് ഈ റെസിസ്റ്റൻ ഇത് റെസിസ്റ്റൻ ആണ്. ഈ റെസിസ്റ്റൻ ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ റെസിസ്റ്റൻ പിന്നെ സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ആവും. ഓക്കെ, അപ്പം ഇവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടുന്ന് പിന്നെ അങ്ങോട്ടുള്ള യാത്രയിൽ ഈ മാർക്ക് അത് സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ആയി. ഓക്കെ, അപ്പം സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ആയപ്പം ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നിഫ്റ്റി ഇൻഡെക്സ് വന്നിട്ട് പിന്നെ സപ്പോർട്ട് എടുത്തു, വീണ്ടും റാലി നടത്തി, ഒരു നല്ലൊരു റാലി തന്നിട്ട് വീണ്ടും സെയിം ലെവലിൽ വന്ന് ഏപ്രിൽ 2025 വന്ന് നിഫ്റ്റി സപ്പോർട്ട് എടുത്തു, വീണ്ടും ഒരു സൈഡ് വേസ് പോവാണ്. അപ്പോൾ സൈഡ് വേസിൻ്റെ റേഞ്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു റേഞ്ച് അല്ലേ, ഈ ഒരു റേഞ്ചിൽ കൂടെ നിഫ്റ്റി ഇപ്പോൾ സൈഡ് വേസ് പോവാണ്. ഇവിടെ നിഫ്റ്റി ഇങ്ങനെ 1, 2, 3, 4 സപ്പോർട്ട് എടുത്തു. അതേസമയം ഇവിടെ 1, 2 പ്രാവശ്യം റെസിസ്റ്റൻറ്റിൽ വന്നു, അത് കഴിഞ്ഞിട്ട് ആ റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്തു. റൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, തിരിച്ച് വീണ്ടും പോയി ഇവിടുത്തെ ഈ റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് അത് വീണ്ടും താഴോട്ട് വന്നു. ഈ റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് വീണ്ടും താഴോട്ട് വന്നു. കഴിഞ്ഞ വീക്കിലെ ക്യാൻഡിലിൽ നോക്കുമ്പോൾ വീണ്ടും ഈ സപ്പോർട്ട് ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഇത് തിരികെ പോവാണ്. ഓക്കെ, ഇവിടം വരെയും വന്നു, അത് കഴിഞ്ഞിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് ഇത് തിരിച്ചു പോകുന്നത്. അപ്പം ഈ ക്യാൻഡിലിൻ്റെ ബോഡി നോക്കുമ്പോൾ ബോഡി ക്ലോസ് ചെയ്തേക്കുന്ന ഇവിടെ. ഓക്കെ, ഇതാണ് ലോങ് ബോഡി. അപ്പം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും വലിയൊരു പർച്ചേസിങ് നടന്നു. അത് നമുക്ക് ഡെയിലി ക്യാൻഡിലിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഒരു നിഫ്റ്റിയുടെ ലോങ് വ്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ് അതിൻ്റെ ബിഹേവിയർ. അപ്പോൾ നമ്മളിവിടെ RSI നോക്കുമ്പം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള സമയത്തൊക്കെ RSI ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ RSI നോക്കുമ്പം ഇത് കണ്ടില്ലേ, ഓവർസോൾഡ് ബോട്ട് ഒരു ലെവൽ, ഇത് ഓവർസോൾഡ്, ഇവിടെ ഒരു ഓവർസോൾഡ്, 30ക്ക് താഴെ വരുന്നതെല്ലാം ഓവർസോൾഡാണ്. 30യെ വന്ന് ടച്ച് ചെയ്യുന്നതെല്ലാം ഓവർസോൾഡ്. ഇതൊരു ഓവർസോൾഡ്, ഇവിടെ എത്തിയിട്ടില്ല, എന്നാലും ഈ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ ഓവർസോൾഡിൽ വന്നു കഴിഞ്ഞിട്ട് നിഫ്റ്റി നല്ലൊരു റാലി നടത്തി, തിരിച്ച് മാർക്കറ്റ് കറക്റ്റ് ചെയ്ത സമയത്ത് വീണ്ടും ഈ ഒരു ഓവർസോൾഡിൽ വന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റ് ഒരു റാലി നടത്തി. പിന്നെ ഇവിടെ ഈ റേഞ്ച്, ഇവിടെ ഒരു ഓവർസോൾഡിൽ വന്നു, അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി ഒരു റാലി നടത്തി, വീണ്ടും ഈ ഒരു ഓവർസോൾഡിൽ വന്നു, വരാൻ പോകുന്നു. മേ ബി വിത്തിൻ ചിലപ്പം 2-3 ദിവസത്തിനകത്ത് വരുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി, എൻ്റെ ഒരു കാൽക്കുലേഷനിൽ നിഫ്റ്റി ഇനി ഒരു നല്ലൊരു റാലി തരാൻ പോകാതെ, നിഫ്റ്റി അല്ല നിഫ്റ്റി IT ഇനി നല്ലൊരു റാലി തരാൻ പോകാതെ, ഇവിടുന്ന് നല്ലൊരു റാലി നിഫ്റ്റി മേളിലോട്ട് തരും. ഇപ്പം നിഫ്റ്റി IT കറക്റ്റ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് സം റൂമേഴ്സ് ആൻഡ് സ്പെക്കുലേഷൻ ഇല്ലേ. കുറച്ച് ന്യൂസൊക്കെ വന്നു, AI-യുടെ കുറച്ച് ന്യൂസ് ആൻഡ് സ്പെക്കുലേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് നിഫ്റ്റി IT കണ്ടമാനം കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം ഇതേപോലൊരു ഇൻസിഡൻറ്റ് അദാനി സ്റ്റോക്കിൽ കുറേ നാളുകൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അത് ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു, വെൻ വാസ് ദ ഫസ്റ്റ് അലിഗേഷൻ അബൌട്ട് അദാനി ഹിൻഡർബർഗ് റിപ്പോർട്ട്. അപ്പം ഗൂഗിളിൽ ഞാൻ കണ്ടുപിടിച്ചത് ജനുവരി 24, 2023 ഫസ്റ്റ് ഹിൻഡർബർഗ് അലിഗേഷനെ കുറിച്ചുള്ള റിപ്പോർട്ട് വന്നത്. അന്ന് എന്തായിരുന്നു മാർക്കറ്റിൽ നടന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.
നത്തിങ് ടു ഡു വിത്ത് ഇൻഡെക്സ് IT. ബട്ട് അതും ഒരു റൂമറായിരുന്നു, അലിഗേഷനായിരുന്നു, സ്പെക്കുലേഷനായിരുന്നു. അത് വെച്ച് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. അപ്പം വീണ്ടും നമുക്ക് അദാനിയുടെ ചാർട്ടിലേക്ക് പോകാം. അദാനി എൻ്റർപ്രൈസസ് അടിച്ചു നോക്കാം. അതാണ് ഏറ്റവും വലിയ അദാനി എൻ്റർപ്രൈസസ് NSE. നമ്മൾ അദാനി എൻ്റർപ്രൈസസിൽ നമ്മളെടുത്ത് നോക്കാമെങ്കിൽ എന്നായിരുന്നു ഡേറ്റ്? ജനുവരി 2023 ആയിരുന്നു അല്ലേ? ജനുവരി 2023, അത് ഡേറ്റ് 24. അപ്പം 2023 അതുകൊണ്ട് ഇത് നമുക്കത് ഡെയിലി ക്യാൻഡിലിൽ പോവാം. ഓക്കെ, ജനുവരി 2023 എന്ന് വലിച്ചാൽ അതുകൊണ്ട് ഇതാണ് സംഭവം. 2024 ഇവിടെ സംഭവം ഇവിടെ. ഓക്കെ, നമുക്ക് അതിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിടാം. ഇതാ സംഭവം. ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ ക്യാൻഡിൽ ഇവിടെ ആയിരുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഒരു കറക്ഷൻ ഇവിടം വരെയും തന്നു. ഇവിടം വരെ എത്ര ശതമാനം കറക്റ്റ് ചെയ്തു, എത്ര ദിവസം കൊണ്ട് കറക്റ്റ് ചെയ്തു നമുക്ക് നോക്കാം. ഈ ഒരു റൂമർ വന്നപ്പം ഇതിപ്പം ഡെയിലി ക്യാൻഡിലാണേ. അപ്പം 24 ബാർ 35 ഡേയ്സ്, ഓൾമോസ്റ്റ് ഒരു മാസം കൊണ്ട് നിഫ്റ്റി അല്ല, അദാനി എൻ്റർപ്രൈസസ് -61.41% ആണ് കറക്റ്റ് ചെയ്തത്. ഇവിടുന്ന് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇവിടം വരെയും ഒരു മാസത്തിൽ 67% വീണു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ഒരു റേഞ്ച് വന്നു കഴിഞ്ഞപ്പം എങ്ങനെയാണ്, എത്ര ദിവസം കൊണ്ട് അത് റിക്കവർ ചെയ്ത് നോക്കണേ. അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് മാറ്റാം. ഇനി നമ്മൾ റിക്കവറി നോക്കിയപ്പം ഇവിടാണ്. ഇവിടുന്ന് റിക്കവറി നോക്കുമ്പം ഇവിടം വരെയും ഈ ഒരു റിക്കവറി 91%, ഇവിടുന്ന് 91% 4 ദിവസം കൊണ്ട് അദാനി തിരിച്ച് ഓൾമോസ്റ്റ് 89% ഇൻ 4 ഡേയ്സിൽ റിക്കവർ നടത്തിയത് 89% ആണ്. ഓക്കെ, വലിയൊരു ഫോൾ നടന്നു. അത് കഴിഞ്ഞിട്ട് റിക്കവറി നടത്തിയപ്പം ഈ 4 ദിവസം കൊണ്ട് 89% അദാനി എൻ്റർപ്രൈസസ് റിക്കവർ ചെയ്തത്. 4 ഡേയ്സ്, 30 ദിവസത്തിൻ്റെ കറക്ഷൻ ഈ 4 ദിവസത്തിൽ 89% റിക്കവറി നടത്തി. അപ്പം അദാനിക്കൊന്നും സംഭവിച്ചില്ല. അദാനി വീണ്ടും പഴയതുപോലെ അദാനി ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് IT-യുടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള TCS-ൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിന് നമുക്ക് സ്ക്രീനറിലേക്ക് പോവാം. സ്ക്രീനറിൽ ഇത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് നോക്കി അവരുടെ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്കിൻ്റെ മിഥൈൻ P എന്ന് പറയുന്നത് 30.6 ആണ് 5 ഇയേഴ്സിൽ. ഇപ്പോൾ അത് P 19.1 ആണ്. സോ നല്ല വാല്യുവേഷനിലാണ്, നല്ല ഡിസ്കൗണ്ടിലാണ് TCS ഇപ്പം മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഡിസ്കൗണ്ടിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വിഷയം അതല്ല, നമുക്ക് താഴോട്ട് പോകാം. TCSൻ്റെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ഈസ് ഗ്രോയിങ്. ഒരിടത്തും അവർക്ക് ഒരു ലോസും
കാണുന്നില്ല അവരുടെ ക്വാർട്ടർലി റിസൾട്ടിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നോക്കിക്കഴിഞ്ഞാലും കമ്പനി ഈസ് ഗ്രോയിങ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാലും കമ്പനി ഈസ് ഗ്രോയിങ്. ഓക്കെ, ഇവിടൊന്നും ഒരു പ്രശ്നവും കാണുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ സ്റ്റോക്ക് ഇടിയുന്നു? ഓക്കെ, നമുക്ക് ലേറ്റസ്റ്റ് ജനുവരി 2026 കോൺ കോൾസിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനെ ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഇതിനെ എന്നിട്ട് ഇതിനെ ഒന്ന് നമ്മൾ സേവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അതിന് നമുക്ക് ചാറ്റ് GPT സഹായമെടുക്കാം. ഓക്കെ, ചാറ്റ് GPT സഹായത്താൽ നമുക്ക് ഒന്ന് നോക്കാം. നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത TCSൻ്റെ ഇത് നമുക്കൊന്ന് ഇൻപുട്ട് ചെയ്യാം അതിനകത്ത്. എന്നിട്ട് ചാറ്റ് GPT പറയാം ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് തരാൻ. കൈൻഡ്ലി പോയിന്റ്സ്. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് അവിടെ നടന്ന കോൺ കോൾസിൻ്റെ നമ്മളതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ചാറ്റ് GPT പറഞ്ഞ് അതിനകത്തുനിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫൈനാൻഷ്യൽ പെർഫോമൻസ് എല്ലാം നല്ലൊരിതാണ് കാണിക്കുന്നത്. മാർജിൻസ് കാണിക്കുന്നുണ്ട്, ക്യാഷ് ഫ്ലോ കാണിക്കുന്നുണ്ട്, ഡിവിഡൻഡ് കാണിക്കുന്നുണ്ട്. ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. AI ബിസിനസ് മേജർ ഗ്രോത്ത് ഡ്രൈവ്. കമ്പനി AI റവന്യൂസ് 1.8 billion. Their TCS is already in AI. അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. TCS കമ്പനി, TCS തന്നെയല്ല, ഞാനൊരു എക്സാമ്പിൾ TCSലെടുത്താണ്. നമ്മുടെ ഇന്ത്യയിലുള്ള മേജർ IT സെക്ടറുള്ള കമ്പനികളെല്ലാം ദേ ആർ ഇൻവെസ്റ്റിംഗ് ഹെവിലി ഇൻ AI. ഓക്കെ, അപ്പം AI റവന്യൂ ഓൾറെഡി അവർക്ക് 1.8 billion കിട്ടിക്കൊണ്ടിരിക്കുന്നു. 7.3% QOQ ഗ്രോത്ത് ഉണ്ട്. AI revenues including AI-led business transformation, AI-driven modernization project, shift from POCs and experience. Okay, പിന്നെ AI strategy 5 pillars: internal AI transformations, redefining service lines with AI, making AI real for clients, AI-led talent transformation, AI ecosystem partnerships, deal wins and order book. Okay, vertical performance highlights, AI underwritingസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം മോസ്റ്റ്ലി എല്ലാം AI അഡോപ്ഷൻ ഇൻക്രീസ്. പിന്നെ കൺസ്യൂമർ ബിസിനസ് ഗ്രൂപ്പ്, അവരുടെ ലൈഫ് സയൻസ് ആൻഡ് ഹെൽത്ത് കെയർ, ഓട്ടോമേഷൻ, ഡിജിറ്റൽ ഹെൽത്ത്, AI ഡയഗ്നോസ്റ്റിക്സ്, ടെക്നോളജി സർവീസ്. പിന്നെ നമ്മളിങ്ങനെ താഴോട്ട് വന്ന് നോക്കുമ്പം വർക്ക് ഫോഴ്സ് ആൻഡ് ടാലൻസ്, ടോട്ടൽ എംപ്ലോയീസ്. TCSൻ്റെ ടോട്ടൽ എംപ്ലോയീസ് ആണെങ്കിൽ 5,82,000 ആണ് TCSൻ്റെ ടോട്ടൽ എംപ്ലോയീസ്. ഓക്കെ, അതിനകത്ത് 2,17,000 എംപ്ലോയീസ് സ്കിൽഡ് ഇൻ AI. കണ്ടോ, 2,17,000 ഓൾറെഡി TCSലെ സ്കിൽഡ് AI സ്റ്റാഫ്സ് ആണ്, എംപ്ലോയീസ് ആണ്. 3x ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് അതിനകത്ത്. ഓക്കെ, AI ഫസ്റ്റ് ഹയറിംഗ് മോഡൽ ഇംപ്ലിമെൻറ്റഡ് ഈ കമ്പനിയിൽ TCSൽ. റീസ്ട്രക്ചറിങ് ഓൺഗോയിങ്, അബൌട്ട് 1,800 എംപ്ലോയി റിലീസസ് ഇൻ Q3. അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് നമ്മുടെ ഇന്ത്യയിലുള്ള മേജർ IT കമ്പനീസ് ദേ ആർ ഓൾ, എല്ലാവരും AIയിൽ കണ്ടമാനം അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ കേൾക്കുന്ന ഓരോ ന്യൂസും
ഇത് ഒരു എന്താ പറയുന്നത്, ഒരു ഫിയർ കാരണം ആൾക്കാർ വിറ്റൊഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഫിയർ കാരണം. ഓക്കെ, അത് നമ്മുടെ കൂട്ടുള്ള സാധാ ഇൻവെസ്റ്റേഴ്സാണ് ഇങ്ങനെയുള്ള കമ്പനിയിൽ നിന്ന് വിറ്റൊഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ 5 മിനിറ്റ്സ് ചാർട്ടാണ്. എനിക്ക് ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ ചാർട്ട് യൂട്യൂബിൽ ഡിസ്പ്ലേ ചെയ്യാൻ അനുവാദമില്ല. അതുകൊണ്ടാണ് ഞാൻ നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ ചാർട്ട് കാണിക്കുന്നത്. കാരണം സെബി ഗൈഡ്ലൈൻസും പ്രകാരം ഓൺലി സെബി രജിസ്റ്റേർഡ് റിസർച്ച് മാത്രമേ അത് ഡിസ്പ്ലേ ചെയ്ത് യൂട്യൂബിലൊക്കെ അതിൻ്റെ ചാർട്ട് ഇടാൻ പാടുള്ളൂ. അതൊരു റീസൺ കാരണമാണ് ഞാനത് ഡിസ്പ്ലേ ചെയ്യാത്തത്. ഓക്കെ, ബട്ട് നമ്മുടെ പർപ്പസ് മീറ്റ് ചെയ്യും. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി പ്രീവിയസ് ഡേയിലെ ക്ലോസിങ്ങിനെക്കാട്ടിലും ഒത്തിരി താഴെയാണ് നിഫ്റ്റി ഇൻഡെക്സ് ഓപ്പൺ ആയത്. എത്ര ശതമാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വീണത് എത്ര ശതമാനമാണ് നമുക്കൊന്ന് നോക്കാം. ഈ ക്ലോസിങ്ങിൽ നിന്ന് നിഫ്റ്റി ഇവിടം വരെ എത്തിയത് ഫസ്റ്റ് ഡേയിൽ ഇവിടാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ഇവിടം വരെയും നിഫ്റ്റി ഓപ്പൺ ചെയ്ത് -4.15% നിഫ്റ്റി IT ഇൻഡെക്സ് ഓപ്പൺ ആയത്, മൈനസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടെ കറക്റ്റ് ചെയ്ത് ടോട്ടൽ കറക്ഷൻ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടം വരെ നോക്കിയാൽ 5.19% വരെയും നിഫ്റ്റി ജസ്റ്റ് ഓപ്പണിംഗ് ക്യാൻഡിൽ അത്രയും കുറഞ്ഞാണ് നിഫ്റ്റി ഓപ്പൺ ആയത്. ഓക്കെ, നമ്മളിവിടെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രീൻ വോളിയമാണ് നമ്മൾ കാണുന്നത്, ഒരു ഗ്രീൻ ക്യാൻഡിലാണ് കാണുന്നത്. ഇവിടെ വോളിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇവിടെ 11.18 മില്യൺ ആണ് വോളിയം നമുക്ക് കാണാൻ പറ്റുന്നത്. 11.18 മില്യൺ. ഏറ്റവും എക്സാമ്പിൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫോണാണ് ഐഫോൺ അല്ലേ? പക്ഷേ അതിൻ്റെ പ്രൈസ് കാരണം ആർക്കും അത് എല്ലാവർക്കും അത് മേടിക്കാൻ പറ്റുകയില്ല. ഇപ്പം ഒരു നല്ലൊരു ആവറേജ് ഐഫോൺ മേടിക്കണമെങ്കിൽ 1,25,000 to 1,50,000 വരെയും വരുന്നുണ്ട് അതിൻ്റെ റേഞ്ച്, നല്ലൊരു ഐഫോൺ ഇന്ത്യയിൽ. അത് ഓൾ ഓഫ് എ സഡൻ നമുക്ക് ഒരു 75,000 രൂപയ്ക്കും അല്ലെങ്കിൽ ഒരു 50,000 രൂപയ്ക്കും ഒക്കെ പെട്ടെന്ന് ഒരു ദിവസം ആ ഒരു റേഞ്ചിൽ സെയിൽ നടത്തുവാണെങ്കിൽ മിക്ക ആളുകളും പോയി മേടിക്കത്തില്ലേ? കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പോയി ആ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ മേടിക്കത്തില്ലേ എന്ന് പറയുന്ന പോലാണ് ഇൻഫോസിസിലും TCSലും HCL ടെക്കിലും ഇങ്ങനെയുള്ള ഷെയറുകളിലൊക്കെ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഇന്നലത്തെ ഓപ്പണിംഗ് 9:15 മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ വോളിയം കാണാം. കണ്ടമാനം ഫോറിൻ ഇൻവെസ്റ്റേഴ്സും അതുപോലെ ഒക്കെ മ്യൂച്വൽ ഫണ്ട്സും ഇവരെല്ലാം മേടിച്ചു കൂട്ടിയത്. ഭയങ്കര ഡിസ്കൗണ്ടിനായിരുന്നു IT വന്നത്. ഓക്കെ, ഇവിടെ വന്ന് വീണു. ആ വീഴ്ചയിൽ മിക്ക ആളുകളും പെട്ടെന്ന് മാക്സിമം മേടിച്ച് കൂട്ടി. അതുകൊണ്ടാണ് ഇവിടുന്ന് പ്രൈസ് ഈ ഒരു വീഴ്ചയിൽ നിന്ന് അത് റാലി തിരിച്ച് നടത്തിയത്. തിരിച്ച് എത്ര ശതമാനം കയറി നമുക്ക് നോക്കാം. ഈ ഒരു റേഞ്ചിൽ നിന്ന് തിരിച്ച് ക്ലോസിങ്ങിൽ വീണ അത്രയും ലെവൽ 4.12% വരെയും നിഫ്റ്റി തിരിച്ചു കയറി. ഓക്കെ, അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇൻഡെക്സ് 1.44% ഇടിഞ്ഞിട്ടുള്ളൂ. അത് ഈ ഗ്യാപ്പ്
ഇവിടുന്ന് ഉള്ള ഗ്യാപ്പ് അത്രയുമേ ഇടിഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി നമ്മൾ കണ്ടത് ഇവിടുന്ന് ഇവിടം വരെയും മോർ ദാൻ 5% ആയിരുന്നു. പക്ഷേ 4.12% റിക്കവർ ചെയ്തുകൊണ്ട് ഓൺലി 1% ഇടിഞ്ഞുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ ഒരു റേഞ്ചിൽ, ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ഭയങ്കര ഡിസ്കൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞപ്പം മ്യൂച്വൽ ഫണ്ടും DIIസും FIIസും ഒക്കെ IT സ്റ്റോക്കുകൾ മേടിച്ച് കൂട്ടി. നമ്മുടെ കൂട്ടുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പേടിച്ച് ചുമ്മാ ഒരു ന്യൂസ് കേട്ടു, ആ ന്യൂസിൻ്റെ പുറത്ത് പേടിച്ച് വിറ്റ് മാറിയപ്പം മിടുക്കന്മാർ, സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ്, അവരെല്ലാം വാല്യൂ ഇൻവെസ്റ്റേഴ്സ്, ഇവരെല്ലാം ഈ സ്റ്റോക്കിൽ മേടിച്ചു കൂട്ടി. ഞാനും ഈ ഒരു റേഞ്ചിൽ ഇന്നലെ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഷോർട്ട് ടേം പ്രോഫിറ്റിന് വേണ്ടിയാണ്. ഞാൻ ഓൾറെഡി അദാനിയുടെ ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചു. പക്ഷേ ഫ്യൂ ഡേയ്സിനകത്ത് തന്നെ മാർക്കറ്റ് റീബൗണ്ട് ആകും. ഈ റൂമേഴ്സിനെ എല്ലാം പൊളിച്ച് ഇന്ത്യൻ മാർക്കറ്റ്, എസ്പെഷ്യലി IT ഇൻഡെക്സ് റീബൗണ്ട് നടത്തും. പഴയ റേഞ്ചിലൊന്നും വരുത്തില്ലെങ്കിൽ അടുത്ത ഒരു ക്വാർട്ടർലി റിസൾട്ട് വരുന്നിടം വരെയും സൈഡ് വേസ് ആയിരിക്കും പോകുന്നത്. പക്ഷേ ചെറിയൊരു റിക്കവറി നടത്തിയിട്ട് ഇപ്പം എൻ്റെ ഒരു നിഗമനം, ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നിന്ന്, ഇവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്, ക്ലോസിങ് ഇവിടെയാണ്, ഇവിടുന്ന് നമുക്ക് ഈ ഒരു റേഞ്ച് വരെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ 20%, ഒരു 2 ആഴ്ചക്കകത്ത് നമുക്കൊരു 20% കിട്ടുന്നതിന് വല്ല വിരോധമുണ്ടോ? 2 വീക്സിനകത്ത് ഈ ഒരു റേഞ്ചിൽ നിഫ്റ്റി IT ഇൻഡെക്സ് തിരിച്ചു വരും, ഈ ഒരു റേഞ്ച്. പിന്നെ ഇവിടുന്ന് ഇവരുടെയൊക്കെ ക്വാർട്ടർലി റിസൾട്ടും പ്രകാരം അത് മേളിലോട്ട് പോകും. പക്ഷേ ഈ ഒരു റേഞ്ചിൽ നിഫ്റ്റി ഇൻ ഫ്യൂ വീക്സിനകത്ത് ഈ ഒരു റേഞ്ചിൽ 20% എത്തും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ 50% ക്യാപിറ്റൽ വിഡ്രോ ചെയ്തിട്ട് ബാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി നല്ലൊരു റാലി ഇനിയും വരുന്ന ദിവസങ്ങളിൽ തരുമ്പം യു ക്യാൻ ടേക്ക് ഗുഡ് പ്രോഫിറ്റ്. ഓക്കെ, നിങ്ങളുടെ ക്യാപിറ്റലിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ബുദ്ധിപൂർവം നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ മുമ്പേ കണ്ടതുപോലെ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ, ഇവിടുന്ന് ഈ ഒരു റേഞ്ച് 2 വർഷം കൊണ്ട് 254% പ്രോഫിറ്റ് തന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 വർഷം കൊണ്ട് 76% നിഫ്റ്റി IT ഇൻഡെക്സ് പ്രോഫിറ്റ് തന്നു. ഇനിയും ഇവിടുന്ന് വേണ്ട ഒരു 70 കൂട്ടിക്കോ അല്ലെങ്കിൽ 50 കൂട്ടിക്കോ, എവിടെ വരെയും കിട്ടും നമുക്ക് നോക്കാം. ഈ ഒരു റേഞ്ചിൽ നിന്ന് ഈ ഒരു റേഞ്ച് എടുത്തോ, ഇവിടം വരെയും വന്നു കഴിഞ്ഞാൽ തന്നെ 41% ആയില്ലേ, 41%. സോ ഡെഫിനറ്റ്ലി ഓരോ റാലിയും പ്രീവിയസ് ഹൈയെ ബ്രേക്ക് ചെയ്താണ് നിഫ്റ്റി IT ഇൻഡെക്സ് പോകുന്നത്. ഈ ഒരു റാലി കഴിഞ്ഞു, കറക്റ്റ് ചെയ്തു, സൈഡ് വേസ് പോയി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹൈയെ, ഈ പ്രീവിയസ് ഹൈ, ഈ ഹൈയെ അതിനെ റെസിസ്റ്റിനെ ബ്രേക്ക് ചെയ്തു, പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. പിന്നെ കറക്ഷൻ നടന്നു, സൈഡ് വേസ് പോകുന്നു. മാർക്കറ്റ് വീണ്ടും ഈ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യും, അവിടുന്ന് വീണ്ടും കറക്റ്റ് ചെയ്യും. നിങ്ങൾ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്തിരിക്കണം. എന്നിട്ട് ഈ ഹൈയെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, മേ ബി ഇവിടെ വന്ന് ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് ഇതിപ്പം നമുക്ക് ഇതൊരു റെസിസ്റ്റൻ്റായിട്ട് ആക്ടിവേറ്റ് ആവും. ഓക്കെ, ഇതൊരു റെസിസ്റ്റൻ്റായിട്ട് ആക്ടിവേറ്റ് ആവും. ഈ റെസിസ്റ്റൻറ്റിൽ വന്ന്
ഇതിനെ ബ്രേക്ക് ചെയ്യും ഡെഫിനറ്റ്ലി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഒരു റെസിസ്റ്റൻറ്റിനെ ഹിറ്റ് ചെയ്ത് ഒന്ന് ചെറിയൊരു കറക്ഷൻ നടത്തും. വീണ്ടും ചിലപ്പം അപ്പ് ആവും, പിന്നെയും വരും, പിന്നെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും, പിന്നെ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ പ്രീവിയസ് ഫങ്ഷൻസ്. ഓക്കെ, ബിഹേവിയർ പ്രീവിയസ്ലി ഇങ്ങനെയാണ്, അതുപോലെ തന്നെ മുമ്പോട്ട് പോകും. സോ ഇനിയും ഇത് കറക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. ഓൾറെഡി മാക്സിമം കറക്റ്റ് ചെയ്തു, സപ്പോർട്ട് എടുത്തു. ഇതാണ് സപ്പോർട്ട്. ഈ സപ്പോർട്ട് എടുത്തു, നമ്മൾ കണ്ടു. വാല്യൂ ഇൻവെസ്റ്റേഴ്സ് കണ്ടമാനം സ്റ്റോക്കുകൾ വാരിക്കൂട്ടി, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം നഷ്ടത്തിൽ ബുക്ക് ചെയ്തു. ഓക്കെ, ഇനിയും ഈ സ്റ്റോക്ക് ഇവിടുന്ന് റാലി ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചതുപോലെ നിഫ്റ്റി IT ഈസ് ഗോയിങ് ടു റീബൗണ്ട്. IT ഇൻഡസ്ട്രി, ഇന്ത്യൻ IT ഇൻഡസ്ട്രി ഈസ് ഗോയിങ് ടു റീബൗണ്ട്. ഓക്കെ, സ്മാർട്ടായിട്ടുള്ള ആളുകൾ, നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം പ്രോഫിറ്റായിട്ട് 20%, അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഷോർട്ട് ടേം പ്രോഫിറ്റ് 41%, ലോങ് ടേം മേ ബി ഒരു 75%. ഓക്കെ, ആ ഒരു റേഞ്ചിലായിരിക്കും നിഫ്റ്റി IT ഇൻഡെക്സ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് പേഷ്യൻ്റ്ലി. God bless you. Take care. Bye.